ലോകത്തിലെ ഏറ്റവും നല്ല കുതിരയെന്ന് പറയുന്നത് അറേബ്യൻ കുതിരയാണ്. അറേബ്യൻ കുതിര സാധാരണ കുതിരയെ പോലെയല്ല. എങ്ങനെയാണ് അറേബ്യൻ കുതിരയെ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ 3 തലമുറ വരെ അപ്പനും അമ്മയും അറേബ്യൻ കുതിരകളായിരിക്കണം. 2, ഈ കുതിര ജനിച്ചു കഴിയുമ്പോൾ ആ കുതിരയ്ക്ക് ഒരു ഊനവും പാടില്ല. അതിൻ്റെ ചെവി നേരെയായിരിക്കണം. കോവർ കഴുതയുടെ സൈഡിലോട്ടാണ്, നേരെയായിരിക്കണം. അതിൻ്റെ കാലുകൾ, അതിൻ്റെ കണ്ണുകൾ എല്ലാം നേരെയായിരിക്കണം. അതാണ് അറേബ്യൻ കുതിരയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ അറേബ്യൻ കുതിരയ്ക്ക് ഒരു പരിശീലനമുണ്ട്. അതിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഒരു കമ്പ് വെച്ചേക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, കമ്പ് വെച്ചേക്കും. എന്നിട്ട് ഈ കുതിരയും കൊണ്ട് പോകുന്ന ആൾ ജോക്കി എന്ന് പറയും. അയാൾ പറയും ഇതിൻ്റെ ട്രെയിനർ, ജോക്കിയല്ല ട്രെയിനർ. അതിൻ്റെ പറയും ഇതിൻ്റെ മുകളിൽ കൂടെ ചാടിയാട്ടെ. ആ കുതിര എങ്ങനെ ചാടി, പിന്നെയും കറങ്ങി വരും, പിന്നെയും ചാടി. അന്നേരം പിന്നെയും കമ്പ് ഉയർത്തി കൊടുക്കും, പിന്നെ കമ്പ് ഉയർത്തി കൊടുക്കും. അതിൻ്റെ പുറത്തൂടെ ചാടി വരണം. അവർ നിശ്ചയിച്ചിരിക്കുന്ന ലെവലിൽ ചാടിക്കഴിഞ്ഞാൽ അത് 2ാമത്തെ ടെസ്റ്റ് പാസ്സായി. തീർന്നില്ല. ഇനി 3ാമത്തെ ഒരു ടെസ്റ്റുണ്ട്. പല 3-4 എണ്ണമുണ്ട്. അതിനകത്ത് ഒരു ടെസ്റ്റാണ് ഈ കുതിരയെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെയിലത്ത് കിടക്കും. അറേബ്യയിലെ വെയിൽ ഭയങ്കരമാണ്. അവിടെ കിടത്തും. എന്നിട്ട് പറയും അനങ്ങരുത് കേട്ടോ, ചെവി അനങ്ങരുത്, വാൽ അനങ്ങരുത്, ശരീരം അനങ്ങരുത്, അവിടെ കിടന്നാട്ടെ. എന്നിട്ട് ഈ ട്രെയിനർ അയാൾ ദൂരെ മാറി നിൽക്കും. എത്ര നേരം നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1/2 മണിക്കൂർ, 1 മണിക്കൂർ അതിനെ കൊതുക് കടിക്കും. അതിൻ്റെ ചെവിക്കകത്ത് ഈച്ച വന്നിരിക്കും. അത് തല അനക്കാൻ പാടില്ല, ചെവി അനക്കാൻ പാടില്ല, കാൽ അനക്കാൻ പാടില്ല. അതും ജയിച്ചാൽ അത് അടുത്ത പരീക്ഷണത്തിന് തയ്യാറാവുന്നു. ഏറ്റവും അവസാനത്തെ ഒരു പരീക്ഷണമുണ്ടാകും. ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ശബ്ദമുണ്ട്. ആട്ടിടയന്മാർക്കും ഒരു ശബ്ദമുണ്ട്. ഒരാട്ടിടയൻ്റെ ശബ്ദമായിരിക്കത്തില്ല അടുത്ത ആട്ടിടയൻ്റെ. അവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശബ്ദമുണ്ട്. ഈ ട്രെയിനറിനും ഒരു ശബ്ദമുണ്ട്. അയാൾ എവിടെയെങ്കിലും നിന്നിട്ട് ആ കുതിരയെ അങ്ങ് ദൂരെ കൊണ്ടുവിടാം. എന്നിട്ട് ആ ശബ്ദം ഉണ്ടാക്കുക. ഞാൻ വെറുതെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ആ ശബ്ദം കേട്ടിട്ട് തൻ്റെ ട്രെയിനറിൻ്റെ, തൻ്റെ ഗുരുവിൻ്റെ, തൻ്റെ ഉപദേശകൻ്റെ ശബ്ദം കേട്ടിട്ട് ആ കുതിര ഓടി വന്നാൽ അത് അടുത്ത പരീക്ഷ പാസ്സായി. ഏറ്റവും അവസാനത്തെ പരീക്ഷ, ആ കുതിരയെ ചൂടുള്ള സമയത്ത് ഒരു കെട്ടിടത്തിനകത്ത് കെട്ടിയിടുന്നു. വെള്ളം കൊടുക്കത്തില്ല. ഒരു ദിവസം വെള്ളം കൊടുക്കത്തില്ല. കുതിര ചെനയ്ക്കാൻ തുടങ്ങും. ചെലയ്ക്കുകയല്ല, ചെനയ്ക്കുക. അത് കാലിട്ട് മാന്തിക്കൊണ്ട് പറയും, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം തന്നാട്ടെ. വെള്ളം കൊടുക്കത്തില്ല. 2ാമത്തെ ദിവസം വെള്ളം കൊടുക്കത്തില്ല. അത് കാല് മാന്തി ശബ്ദമുണ്ടാകും. എനിക്ക് ദാഹിക്കുന്നു, വെള്ളം തന്നാൽ കൊടുക്കത്തില്ല. 3ാമത്തെ ദിവസം അതിൻ്റെ മുമ്പാകെ ഉപ്പ് കല്ലിട്ട് കൊടുക്കും. നിങ്ങൾ കണ്ടു കാണത്തില്ല, ഉപ്പ് കല്ല്, പാറക്കല്ലുകൾ. പാകിസ്ഥാനിലുണ്ട് പാറക്കല്ലുകൾ, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഉപ്പ്. അതിൻ്റെ ഒരു ഉപ്പ് കല്ല് കൊണ്ടിട്ട് കൊടുക്കും. അത് എളുപ്പം നക്കാൻ തുടങ്ങും. അതിൻ്റെ ദാഹം വർദ്ധിക്കും. നിൽക്കാൻ സഹിക്കാൻ ഒക്കത്തില്ലെന്നറിയുന്ന സമയത്ത് ട്രെയിനർ വന്നിട്ട് ആ കുതിരയെ അഴിച്ചു വിടും. ഒരു കൊച്ചു കയറിനകത്ത് അയാൾ പിടിച്ചുകൊണ്ട് നടക്കും. ഒരു കൊച്ചു കയറിനകത്ത്. എന്നിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഉണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടം അങ്ങ് ദൂരെയുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഉണ്ടാക്കിയതാണ്, ആർട്ടിഫിഷ്യൽ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുതിര ചലിക്കാൻ തുടങ്ങും. എന്നെ വിട്ടാട്ടെ, ഞാൻ പോകട്ടെ, ഞാൻ വെള്ളം കാണുന്നു, വെള്ളത്തിൻ്റെ മണം എനിക്ക് അടിക്കുന്നു, എനിക്ക് പോകണം. ഒക്കത്തില്ല. അയാൾ ആ ഒരു കൊച്ചു വിരൽ കൊണ്ട് ആ കൊച്ചു കയറിൽ പിടിച്ച് മുമ്പോട്ട് നടക്കുകയാണ്. ഏകദേശം പകുതി ദൂരം ചെന്ന് കഴിയുമ്പോൾ വെള്ളച്ചാട്ടം അവിടെ. ആ കുതിരയ്ക്ക് നിൽക്കാനൊക്കത്തില്ല. വെള്ളത്തിൻ്റെ മണമുണ്ട്. വെള്ളത്തിൻ്റെ മണം, അതിൻ്റെ ശബ്ദം. ആ കുതിര ചലിക്കും. എന്നിട്ട് അയാൾ പറയും അങ്ങ് വിടും. ആ കുതിര അതിവേഗത്തിൽ ഓടാൻ തുടങ്ങും. അതിവേഗത്തിൽ ഓടി അടുക്കുകയാണ്. ആ കുതിരയോട് അടുത്ത് കഴിയുമ്പോൾ, ആ വെള്ളച്ചാട്ടത്തോട് അടുത്ത് കഴിയുമ്പോൾ, ഏകദേശം അടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അയാൾ അയാളുടേതായിട്ടുള്ള വിളിക്കും. അഥവാ ആ കുതിര തൻ്റെ ട്രെയിനറിൻ്റെ, തൻ്റെ മെൻറ്ററിൻ്റെ, തൻ്റെ ഗുരുവിൻ്റെ ശബ്ദം കേട്ടിട്ട് തിരികെ വന്നാൽ അത് അറേബ്യൻ കുതിരയായി. തൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹം കൊണ്ട്, ഗുരുവിൻ്റെ ശബ്ദം തണവൽ ഗണിച്ചുകൊണ്ട് അത് മുന്നോട്ട് ഓടിപ്പോയി വെള്ളം കുടിച്ചാൽ അതിന് വെള്ളം കിട്ടും, ദാഹശമനം ഉണ്ടാകും. പക്ഷേ അറേബ്യൻ കുതിരയാകത്തില്ല. സാധാരണക്കാരനായി ജീവിച്ച്, സാധാരണക്കാരനായി ദൈവവേല ചെയ്ത, സാധാരണക്കാരനായി മരിക്കാതെ ഒരു അറേബ്യൻ കുതിരയായി, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ച് അവസാനിപ്പിക്കുവാൻ ഇന്ന് തീരുമാനിക്കുക.